ഹായ് ഹലോ. അപ്പോൾ ഇതാ ഞാൻ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതെൻ്റെ പ്രത്യേകിച്ചൊരു കാര്യങ്ങളൊന്നും സ്പെഷ്യലൊന്നുമില്ല കേട്ടോ. വിരുന്നും കാര്യങ്ങളൊന്നുമില്ല, ഒരു നോർമൽ ഡേ ആയിട്ടുള്ളൊരു വീഡിയോ കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. രാവിലെ തന്നെ ഇതാ മോൻ ഇന്ന് സ്കൂളൊന്നും ഇല്ലാത്തൊരു ദിവസം കേട്ടോ. അപ്പം മോൻ നേരെ മദ്രസയിലേക്ക് പോകാൻ നോക്കുകയാണേ. അപ്പോൾ ഇതാ മറ്റേ ആളും അവിടെ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ നേരെ അടുക്കളയിലേക്കൊക്കെ വന്നിട്ട് നമ്മളെ കാര്യങ്ങളിലേക്ക് പോകണ്ടേ. നമുക്കിങ്ങനെ നോക്കി മുറ്റത്തും വെറുതെ നിന്നാൽ മതിയാവില്ലല്ലോ. അങ്ങനെ ഞാനിതാ വേഗം പോലെ അടുക്കളയിലേക്കൊക്കെ വന്ന് 2 കുഞ്ഞു ചെടികൾ ഞാൻ എൻ്റെ ജനവാതിൽമേൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരെയും ഒന്ന് ഉഷാറാക്കി എടുക്കട്ടെ. നമ്മൾ മാത്രം രാവിലെ തന്നെ ഫ്രഷായ പോരല്ലോ. അങ്ങനെ അവരെയൊക്കെ ഒന്ന് ഉഷാറാക്കി എടുത്തിട്ട് എൻ്റെ പണിയിലേക്കൊക്കെ പോകാമെന്ന് കരുതി കേട്ടോ. നമ്മൾ രാത്രി എത്ര ക്ലീൻ ചെയ്തിട്ടാന്ന് പറഞ്ഞാലും എങ്ങനെയായാലും നമ്മൾ ലൈറ്റൊക്കെ ഓഫ് ചെയ്യുമ്പം പല്ലി കൂറ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയായാലും നമ്മളെ സ്റ്റാൻഡുമേലൊക്കെ വരുമല്ലോ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ നനച്ചിട്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം കേട്ടോ. ഞാൻ ഇവിടെ ശരിക്കും വലിയ രീതിയിലുള്ള കുക്കിങ്ങൊന്നും ചെയ്യില്ല. പുറത്ത് നല്ല മഴയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ എന്തെങ്കിലും അത്യാവശ്യത്തിനാട്ടോ എടുക്കുക. അതുകൊണ്ട് എന്തെങ്കിലും ഫസ്റ്റ് ഞാൻ ഇവിടെ ഒക്കെ ഒന്ന് വേഗം ഒന്ന് നനച്ചൊന്ന് തുടച്ചിട്ടിട്ടിട്ട് ബാക്കി നമ്മളെ ചായൻ്റെ പരിപാടിയിലൊക്കെ പോകാമെന്ന് കരുതി കേട്ടോ. ഇന്ന് പിന്നെ പ്രത്യേകിച്ച് തിരക്കൊന്നുമില്ല, മോന് സ്കൂളൊന്നുമില്ല. മദ്രസയിലേക്ക് മുപ്പൊരു കാലിച്ചായൊക്കെ കുടിച്ചിട്ട് പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ വരുമ്പോൾ ഇപ്പോൾ ഒരു 10 മണിയൊക്കെ ആവും കേട്ടോ. അപ്പോഴേക്കൊക്കെ ചായ ഉണ്ടാക്കിയാൽ മതി. പിന്നെ ഞാനും ഉമ്മയും അമ്മായിയും കുട്ടികളും മാത്രമേ ഉള്ളൂ, ആണുങ്ങളൊന്നുമില്ല, അവരൊക്കെ ജോലിക്ക് പോയിട്ടുണ്ട്. അപ്പം ഹറിബറിയായിട്ട് എടുക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. സാവധാനം ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രമേ ഇന്നുള്ളൂ. രാവിലെ ഒരു കാലിച്ചായ കുടിക്കുന്ന പതിവുണ്ടോ നിങ്ങൾക്ക്? ഞങ്ങൾക്ക് ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പം അത് കുടിച്ച് കഴിഞ്ഞാലേ നമുക്ക് ഒരു ഉഷാറൊക്കെ വരും. അപ്പോൾ രാവിലെ തന്നെ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാമെന്ന് കരുതിട്ടോ. ഈ ബാക്കി കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മളെ വീട്ടിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടാവും രാവിലെ നമുക്ക് വീട്ടമ്മമാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതൊക്കെ ഒന്ന് ഓണായിട്ട് ഉഷാറായിട്ട് ചെയ്യണമെങ്കിൽ ഒരു ചായ മസ്റ്റാട്ടോ. ഈ ചായൻ്റെ വെള്ളം നമ്മൾ ചില സമയത്ത് കാത്തിരിക്കുമ്പോൾ പതക്കൂല എന്ന് പറയില്ലേ. അപ്പോൾ ഞാൻ എന്ത് പണിയെടുക്കുന്നു, പഞ്ചസാര വേഗം വെള്ളത്തിലിട്ട് കേട്ടോ. അപ്പം പെട്ടെന്ന് പതക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ആരെയും ട്രൈ ചെയ്തില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ രാവിലെ ഒരു കട്ടൻ ചായ ഒന്നല്ല കേട്ടോ കുടിക്കുക. ഇവിടെ നമ്മൾ പാലിനെക്കാട്ടിയും കൂടുതൽ അധികം ഉപയോഗിക്കുക പാൽപ്പൊടി കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഒരു പാൽപ്പൊടി ചായയൊക്കെ ഇട്ടിട്ട് നല്ലൊരു ചായയൊക്കെ കുടിച്ച് ഉഷാറാവട്ടെ. അങ്ങനെ ചായ കുടിക്കാതെ ഇരുന്നപ്പോൾ മനസ്സിലായിട്ടോ, കഴിഞ്ഞ ദിവസം അനിയൻ കൊണ്ടുവന്നതിന് കേട്ടോ ഒരു കൊല കൊണ്ടുവന്നതിനെ, നമ്മളെ മൈസൂർ പഴത്തിൻ്റെ. അപ്പോൾ അതിൽ നിന്നൊന്ന് എടുത്ത് കഴിക്കാം. ഇങ്ങനെ കൊല ഇങ്ങനെ പഴുത്തത് ഇങ്ങനെ തൂങ്ങിക്കിടക്കുമ്പോൾ എന്തെങ്കിലും അത് എടുക്കാണ്ടിരിക്കാൻ ഒരു ഇതുണ്ടാവില്ല. അങ്ങനെ ഞാൻ വേഗം എടുത്ത് നോക്കുമ്പോഴാണ് കേട്ടോ ഈ ഒരു കാഴ്ച കണ്ടത്. നമ്മൾ സാധാരണ ഇരട്ട പഴം കാണലുണ്ട്, ഇതിപ്പോൾ 3 ആൾ ഒന്നിച്ചാൽ. ഈ കൊലയിൽ അധിക പഴം ഇങ്ങനെ തന്നെ കേട്ടോ. അതെന്തൊരു രസമൊന്നും കാണാൻ. സാധാരണ നമ്മൾ പറയും, പണ്ടൊക്കെ പറയും ഇരട്ട പഴം കഴിച്ചാൽ ഇരട്ട മക്കൾ. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു പഴം എടുത്താൽ ഞാൻ അതാ വിചാരിക്കുന്നത്. ഇപ്പോഴേ 2 മക്കളുണ്ട്, ഇനിയിപ്പോൾ ഇതുകൂടിയും കഴിച്ചിട്ട് 3 മക്കളാവും. ചുമ്മാ വെറുതെ പറഞ്ഞ കേട്ടോ. അങ്ങനെ നല്ലൊരു കാലിച്ചായൊക്കെ കുടിച്ചിട്ട് ഇനിയിപ്പോൾ തലേദിവസം ചെറുപയർ പുതിർത്തീന് കേട്ടോ. അപ്പോൾ അതൊരു കറി വെക്കാമെന്ന് കരുതി. പിന്നെ എന്തെങ്കിലും പത്തിരി ചൂടാന്ന് കരുതി. ഈ അരി പൊടിപ്പിച്ചാൽ പിന്നെ നമ്മൾ അധിക ദിവസവും പത്തിരി കേട്ടോ. പക്ഷേങ്കിൽ 2 ദിവസമൊക്കെ ഒന്ന് ഇരത്തി ചൂടുമ്പോൾ എല്ലാവർക്കും മടുക്കും. അപ്പം വേറെ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യും. അങ്ങനെ ഞാൻ വേഗം തന്നെ ചെറുപയർ കറിയൊക്കെ ഒന്ന് വെക്കട്ടെ കേട്ടോ. ഇതിൽ ഞാനിപ്പോൾ പച്ചമുളക് ഇട്ടിട്ടില്ല കേട്ടോ. ഞാൻ ഈ ഒരു കറീൻ്റെ റെസിപ്പിയിൽ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ, നല്ല രസമാണ്. അങ്ങനെ കറിയൊക്കെ ഉണ്ടാക്കുമ്പോഴേക്കും നല്ല മൂടൊക്കെ അങ്ങ് മാറി കേട്ടോ. നല്ല ഇരുടായിട്ട് വന്ന് നല്ല കിടിലനായിട്ട് മഴ അങ്ങ് പെയ്തു തുടങ്ങിയേ. അങ്ങനെ ഇതാ ഞാൻ ഈ ഒരു പത്തിരി കുഴക്കുന്ന ഒരു ഇത്തിരി ടൈമേ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോഴേക്കും ആശാനും നല്ല മഴയത്ത് പുറത്തിറങ്ങിയിട്ട് നല്ല കളി കേട്ടോ. അവിടെ മുറ്റത്തൊരു സൈഡിൽ ഒരു ഇത്തിരി വെള്ളം നിൽക്കും കേട്ടോ. അങ്ങനെ ഞാൻ വേഗം കണ്ണ് തെറ്റിയാൽ മൂപ്പര് മഴയത്ത് പോയി കളി. അങ്ങനെ വേഗം അവനൊന്ന് അകത്തേക്ക് കയറ്റിയതിന് ശേഷം ഞാൻ വേഗം പോയിട്ട് മുറ്റത്തുനിന്ന് കുറച്ച് കറിവേപ്പിലൊക്കെ പറിച്ച് വന്നേ.
അപ്പോഴേക്കും എൻ്റെ ചെറുപയറൊക്കെ നല്ലോണം വെന്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഞാൻ തേങ്ങ പാരാണ്ടാട്ടോ, തേങ്ങ അരച്ച് ചേർക്കാണ്ട് വെളിച്ചെണ്ണയിൽ കടുവൊക്കെ പൊട്ടിച്ച് കുറച്ച് തേങ്ങയും അതേപോലെ തന്നെ വറ്റൽമുളകും പച്ചമുളകും പിന്നെ കുറച്ച് ചെറിയുള്ളിയൊക്കെ ഇട്ടിട്ട് ഒന്ന് വഴറ്റി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർത്തിട്ട് ഇനിയിപ്പോൾ നമ്മൾ വേവിച്ചിട്ടുള്ള നമ്മളെ ചെറുപയറും കൂടിയും ചേർത്ത് കൊടുക്കുക കേട്ടോ. പക്ഷേങ്കിൽ ഈ ഒരു പച്ചമുളക് നിങ്ങൾ ഇതുവരെ ചെയ്തില്ലേ നോക്കട്ടോ. ഇങ്ങനത്തെ കറികളൊക്കെ വെക്കുമ്പോൾ ചെറുപയർ കടലൊക്കെ വെക്കുമ്പോൾ നമ്മൾ അത് വേവിക്കുമ്പോൾ ചേർക്കാണ്ട് പിന്നെ നമ്മൾ മുറിച്ചിടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അങ്ങനെ എൻ്റെ ഒരു കറി റെഡി ആയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മളെ കാലാവസ്ഥ ഒക്കെ മാറി കേട്ടോ. നമ്മൾ പറയില്ലേ വെയിലും മഴയും കള്ളക്കുറുക്കൻ്റെ കല്യാണം. അപ്പോൾ നല്ല മഴ പെയ്തൊരു ഇത്തിരി ടൈം കഴിയുമ്പോഴേക്ക് നല്ല വെയിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വേഗം തന്നെ മുറ്റത്തേക്ക് പോയിട്ട് നമ്മൾ അടുപ്പിൽ വേഗം തീയൊക്കെ കൂട്ടിയിട്ട് വേഗം നമ്മളെ ചോറിൻ്റെ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങളിതാ ചായ കുടിക്കാനൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. നല്ല തലേ ദിവസം വരട്ടി വെച്ച മത്തിക്കറിയും അതേപോലെ തന്നെ ചെറുപയർ കറിയും പിന്നെ നല്ല പത്തിരി കേട്ടോ. അങ്ങനെ പത്തിരിയും ചായയൊക്കെ എടുത്ത് വെച്ചിട്ട് ഇനിയിപ്പോൾ ഞങ്ങളെല്ലാവരും അപ്പോഴേക്കും മോനും മദ്രസും വിട്ടൊക്കെ വന്നിട്ടുണ്ടായിന്. അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാവരും ഇരുന്നിട്ട് ചായയൊക്കെ കുടിച്ചിട്ടോ. പിന്നെ നമ്മളെ ക്ലീനിങ്ങും പരിപാടിയൊന്നും ഞാൻ ഇന്ന് വീഡിയോയിൽ എടുത്തിട്ടില്ല. പിന്നെ ഞാനിത് നല്ലൊരു ചെറുപയറും വെള്ളരിയും പരിപ്പും കൂടി നല്ലൊരു പച്ചക്കറി വെച്ചിട്ടുണ്ടായിന് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിന്. സാധാരണ നമുക്ക് മീനൊക്കെ ഇല്ലെങ്കിൽ ആരും ഭക്ഷണം കഴിക്കില്ല. നീ ഒരു കറി ഉള്ളതുകൊണ്ട് തന്നെ ഒരു പപ്പടവും കൂട്ടിയിട്ട് എല്ലാവരും മക്കളൊക്കെ വലിയവരൊക്കെ ആണുങ്ങളൊക്കെ നല്ല രീതിക്ക് തന്നെ ഭക്ഷണമൊക്കെ കഴിച്ചിന്. അങ്ങനെ ചോറും കറികളൊക്കെ റെഡി ആകുമ്പോഴേക്ക് വീണ്ടും മാറി. നമ്മളെ ക്ലൈമറ്റിൻ്റെ ഒരു പ്രത്യേകത നോക്കിയേ, അപ്പോഴേക്ക് വീണ്ടും നല്ല ശക്തിയിലുള്ള കാറ്റും മഴയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അങ്ങോട്ട് ഫുള്ള് മഴ തന്നെയാണ് കേട്ടോ. അങ്ങനെ മഴ കൂടി വന്നാലും പിന്നെ എല്ലാവർക്കും വിശപ്പൊക്കെ വന്നിട്ടുണ്ട്. അപ്പം കുറച്ച് മധുരക്കിഴങ്ങ് ഉണ്ടായിന് കേട്ടോ. അപ്പോൾ അതൊക്കെ വേഗം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഞങ്ങൾ വേഗം തന്നെ അതൊക്കെ വേവിച്ചെടുത്തിട്ടുണ്ടായിനെ. പിന്നെ ഇതാ പുറത്ത് നല്ല കാറ്റൊക്കെ അടിച്ച് നല്ല കിടിലനായിട്ട് മഴ അങ്ങനെ പെയ്യാം കേട്ടോ. അങ്ങനെ ഇതാ എൻ്റെ ഫൈസൂട്ട മഴയും നോക്കി ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കുന്നു. ഞാൻ വെറുതെ ഒന്ന് വീഡിയോയിൽ എടുത്താട്ടോ. അവൻ എന്തോ ഒരു കൗതുകം പോലെ കേട്ടോ, എന്തൊക്കെയോ അവിടെ നിന്ന് കഥയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേ ഇപ്പോൾ ഞാൻ വോയിസ് ഇടുമ്പോഴും എൻ്റെ മോൻ്റെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ മോൻ്റെ വോയിസ് നിങ്ങൾക്ക് ഡിസ്റ്റർബ് ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളിതൊക്കെ ചെയ്യുമെന്നും ഞാൻ ഈ പറഞ്ഞതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമെന്നും പ്രതീക്ഷയോടെ ഞാനെൻ്റെ വീഡിയോ നിർത്താം കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും.